ഹേയ്, അജസ്റ്റികയിലേക്ക് തിരികെ സ്വാഗതം. ഇന്ന് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്: ആർത്തവവും പ്രത്യുൽപാദനവും. നിങ്ങളുടെ ആർത്തവചക്രം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അത് നിങ്ങളുടെ പ്രത്യുൽപാദനക്ഷമതയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നത് അവിശ്വസനീയമാംവിധം ശാക്തീകരിക്കും. അതിനാൽ നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ആർത്തവചക്രം നിങ്ങളുടെ ശരീരത്തെ ഗർഭധാരണത്തിന് തയ്യാറാക്കുന്ന പ്രതിമാസ പ്രക്രിയയാണ്. ഇത് ഹോർമോണുകളാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇത് 4 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു: ആർത്തവം, ഫോളിക്കുലാർ ഘട്ടം, അണ്ഡോത്പാദനം, ല്യൂട്ടൽ ഘട്ടം. ഇനി നമുക്ക് ഫലഭൂയിഷ്ഠമായ ജാതകത്തെക്കുറിച്ച് അഥവാ ഫെർട്ടൈൽ വിൻഡോനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ഗർഭിണിയാകാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ് ഇത്. സാധാരണയായി അണ്ഡോത്പാദനത്തിന് ഏകദേശം 5 ദിവസം മുമ്പ് ആരംഭിച്ച് അണ്ഡോത്പാദന ദിനത്തിൽ അവസാനിക്കും. നിങ്ങളുടെ അണ്ഡാശയങ്ങൾ ഒരു മുട്ട പുറത്തുവിടുമ്പോഴാണ് അണ്ഡോത്പാദനം. ഇനി നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന ചില ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇതിൽ പ്രായം, ഹോർമോൺ അസന്തുലിതാവസ്ഥ, ഭക്ഷണക്രമം, വ്യായാമം, സമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി ഘടകങ്ങൾ ഉൾപ്പെടുന്നു. ഈ ഘടകങ്ങൾ നിങ്ങളുടെ പ്രത്യുൽപാദനക്ഷമതയെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ നിങ്ങളുടെ പ്രത്യുൽപാദന ആരോഗ്യം ഒപ്റ്റിമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് നടപടികൾ കൈക്കൊള്ളാം. നിർഭാഗ്യവശാൽ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ സാധാരണമാണ്. ചില സ്ത്രീകൾക്ക് ക്രമരഹിതമായ ആർത്തവം, ഓവുലേഷൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്നിവ അനുഭവപ്പെടാം. നിങ്ങൾ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളുമായി മല്ലിടുകയാണെങ്കിൽ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് പ്രശ്നം കണ്ടുപിടിക്കാനും ഒരു ചികിത്സാ പദ്ധതി വികസിപ്പിക്കാനും നിങ്ങളെ സഹായിക്കാനാകും. ആർത്തവത്തെക്കുറിച്ചും ഫെർട്ടിലിറ്റിയെക്കുറിച്ചും ഉള്ള ഇന്നത്തെ വീഡിയോയ്ക്ക് അത്രയേയുള്ളൂ. ഈ വിവരം നിങ്ങൾക്ക് സഹായകരമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.